സംസ്ഥാനത്ത് കുറച്ചു ദിവസങ്ങളായി കടലാക്രമണം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലകളെ കരുതിയിരിക്കണമെന്നും തീരദേശത്ത് ജാഗ്രത പുലർത്താനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഈ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസം എന്നാണ് അറിയുന്നത്. ഇത് വരും ദിവസങ്ങളിലും തുടരാനും സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ വേലിയേറ്റം സംഭവിക്കുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗുരുത്വാകർഷണ ഫലമായോ ആണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ വേലിയേറ്റമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം. പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. അവിചാരിതമായും അസാധാരണയുമായാണ് ഈ സമയത്ത് തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പോകും. അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചുകയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിച്ചത്. 2 ദിവസം കൂടി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ബോട്ട്, വള്ളം മുതലായ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും INCOAS അറിയിച്ചു. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിച്ച് കെട്ടിയിടുന്നത് കൂട്ടിയിടിച്ച് നാശനഷ്ടമുണ്ടാക്കാനുള്ള സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്.